ക്യാരറ്റിന്റെ വാഷിംഗ് പ്രോസസ്സാണ് ഈ നടക്കുന്നത് കേട്ടോ. ഇത് ലോറിയിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ചു വിടുന്ന ക്യാരറ്റ് നേരെ ഈ ഡ്രമ്മിക്ക് തട്ടിയിട്ട് ഇവിടുന്ന് ബെൽറ്റ് വഴി കന്തര ബെൽറ്റ് വാഷിങ് കഴിഞ്ഞിട്ട് ബെൽറ്റ് വഴി നേരെ അടിയിൽ അത് കഴിഞ്ഞ് ഇവിടെ തെരുവൊക്കെ പറക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി അടുത്തതായിട്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാനുള്ള പോക്കാണ്. സ്പൾബർ വണ്ടി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഉച്ചക്കത്തെ സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിലിടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം നമ്മളിവിടെ ഉദ്ദേശിച്ചത് ഇന്നലെ രാത്രി എത്തി എന്നിവിടെ കറങ്ങി വൈകിട്ട് നമ്മൾ ചുരം ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ. അതെ, എന്താ നിങ്ങൾ ചെയ്യാത്തത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പൈസക്ക് ചെലവില്ലാത്ത പരിപാടികളില്ല. അപ്പൊ അതിന് ചെയ്ത് തീർക്കുക. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് തോക്ക് കണ്ട ഇവനാണ് പ്രശ്നക്കാരൻ ഇവിടെ. അലമ്പാണ് പ്രശ്നം മോനെ. എന്റെ ടീച്ചർമാരൊക്കെ ഇത് കാണട്ടെ. ആവശ്യ ആരോടാ പറയുന്നത്? ടീച്ചറോടാണ് പറയുന്നത്. ആരും നോക്കാം? ആരും നോക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ട് കാണാം. അതിന്റെ മുന്നേ നമുക്ക് വല്ല വിഷ്വൽസിനെ നമുക്ക് എടുക്കാം. ഓക്കെ, ബൈ ബൈ. അതൊക്കെ നടക്കായികൊന്നുമില്ല. ടൗണിലൊക്കെ ഇഷ്ടംപോലെ നല്ല അടിപൊളിയായിട്ട് സംഭവം നടക്കണം. ഇതെന്താ നടക്കായില്ല? ശരിക്കും റോഡ് വികസനം വരണം അവിടെ ശരിക്കും അല്ലേ? ഒരു ദിവസം എന്തായാലും ഒരു 10-30,000 ആൾക്കാർ ഇവിടെ വരുന്നുണ്ടാവില്ല. 30,000 കണ്ടാ പാടുണ്ടോ? അതിന് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടാവും. മറ്റേതില് പക്ഷെ ഈ പാസ് കൊടുക്കാണ്ട് എത്ര ആളെന്ന് അറിയില്ല കേട്ടാ. ഈ പാസ് കൊടുക്കാൻ ഇപ്പൊ അടുത്ത മറ്റേ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവും. അത് മറ്റേ ഇവിടെ പോകേണ്ടി വരും. മറ്റേ റോസ് ഗാർഡനിൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ വല്ല ഒന്നുമില്ലാന്ന് പറയും. ഇവിടെ നോ പാർക്കിംഗ് ആണ് മോനെ ഏരിയ. അവിടെ പാർക്കിംഗ് ഉണ്ട്. ഇറങ്ങുന്നുണ്ടാ ഇവിടെ? ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡന്റെ എൻട്രൻസ് ഇവിടെ. ഇങ്ങനെ ഇതിന് അടുത്തോട്ട് പോയാലേ ഉള്ളില് മറ്റേ ഇങ്ങനെ ചെടികളും ഇതൊക്കെ അതിനുള്ളിലേക്ക് കയറാൻ വെറുതെ ജസ്റ്റ് അവിടെ പോയിരിക്കാന്ന് മാത്രം. അല്ലടാ, ഇതിന്റെ മുകളില് പാർക്കിംഗ് ഉണ്ടാ? വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് ഇതിന്റെ മുകളില്. പാർക്കിംഗ് അതിനുള്ളിലൊക്കെ ഉണ്ട്. പേ പാർക്കിംഗ് ആണ്. ആകെ തിരക്കാലോ. ആകെ കച്ചവടക്കാരെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും ആകെ തിങ്ങിത്തിറങ്ങി. ആഗസ്റ്റ് 15 ആയതുകൊണ്ടുള്ള തിരക്കാവും അല്ലേ? കാറ്റും കാലത്തും ചോളം കാറ് വാന് ബൈക്ക് പാർക്കിംഗ്. ഇവിടെ തൊട്ടാ 40 പാർക്കിങ്ങിന് അല്ലേ? അപ്പന്നെയാവും അട്ടിക്കട്ടിക്ക് വണ്ടിട്ട് ഇത് എടുക്കാൻ പറ്റണ്ടേ ഇതിനുള്ളിൽ അല്ലേ? ആരോടെ തല്ലൂടനെ? ആരോടാ തല്ലൂടനെ? ആരോടാ? 6 നബിദിനം. പക്ഷെ ആ ട്രേക്ക് 10-ാം തീയതി 15-ാം തീയതി വരെ ഈ സെയിം ഡേറ്റ് 20-ന്റെ മുകളിലാണ്. ആകെ ഒച്ചപ്പാടും പാടും, ഭയങ്കര റഷും. 1.5 ചായ എടുക്കണം പോലും ഇവിടെ. 1.5 ചായയുടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരെ എൻ്റെ ഉള്ളിലേക്ക് കയറുക.
എന്ത് തിരക്കാട്. നിറയെ കച്ചവടക്കാരുകളും നല്ല കച്ചവടക്കാരും ഷോപ്പുകളും കാര്യങ്ങളും. നിസാമിൻ്റെ കുട്ടിയും. നിസാമ് വൈബായിക്കണ നിസാം അല്ലേ? നിസാമ് ഫുള്ള് വൈബ്. ഇങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഇങ്ങനെ നടന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് നമുക്ക് വരാട്ടാ. നല്ല ഫ്രഷ് ആപ്പിളാന്ന് തോന്നുന്നു കേട്ടോ. വേണോ? എവിടെ പോകുമ്പോ മേടിച്ചാൽ മതി. അതാ അതിനുള്ളിൽ ഇരുന്നിട്ടാ ആ പുളിയാവോടി. സ്ട്രോബെറി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്രഷാന്ന് തോന്നുന്നു കേട്ടോ. ക്യാരറ്റ് ഫ്രഷ് ക്യാരറ്റാണിത്. ക്യാരറ്റ് അവിടെ ഇട്ട് ക്യാരറ്റ് വിൽക്കുന്നുണ്ട് കേട്ടോ സഫിയ. ഫ്രഷാന്ന് തോന്നുന്നുണ്ട്. അവിടെ ക്യാരറ്റ് വിൽക്കുന്നുണ്ട് അവിടെ. വരുമ്പോൾ നോക്കാം. വാ 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 വാ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഭയങ്കര തിരക്ക്. ഇതിലൊക്കെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഭയങ്കര തിരക്ക്. നമുക്കിനി ടൈം കളയാനില്ല. പിന്നെ ടിക്കറ്റ് 100 റുപ്യ ഉണ്ട്. അഡൽട്ട് 50 റുപ്പീസ് ചെറിയ കുട്ടികൾക്കാന്ന് തോന്നുന്നുണ്ട്. ചിൽഡ്രൻസ് 50, അഡൽട്ട് 100. പിന്നെ കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഊട്ടിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കാണാം. ഐക്കണ് മുകളിലിടാം. ആവശ്യമുള്ളവർ കണ്ടുപിടിക്കാം. എന്താ എന്താ അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ വേറെ ഏരിയയിലേക്ക് നമ്മൾ വിടാൻ പോവാ കേട്ടോ. നീ വിടല്ലേ? അജിനെ പോവാ. ലെറ്റ്സ് ഗോ. നിലമ്പൂർ വഴി ടോളില്ല. കോയമ്പത്തൂർ വഴി പോകുമ്പോ എത്ര മണിക്കൂർ എത്ര കിലോമീറ്റർ പറഞ്ഞു? ഇങ്ങനെ കട്ട നിക്കണം. അതിന്റെ ഏരിയയിലാണ് കഴിഞ്ഞാൽ സൂം അങ്ങനെ കട്ട നിക്കണം. 223 മണിക്കൂറുണ്ട്. 223 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ 6 മണിക്കൂർ തന്നെ ഉള്ളൂ. 223 കിലോമീറ്ററാ. അത് സ്പീഡിനനുസരിച്ചിട്ടാവും. ഇവിടെ ചോദിച്ചാണ് മാറിയിട്ടുണ്ടോ? അല്ല, റോസ് ഗാർഡൻ അടിച്ചില്ലേ? ആ ഉള്ളിൽ കൂടെ കൊണ്ടുപോവാ. പല വഴി കാണിക്കുന്നുണ്ട്. അവിടെ നിക്കണൊക്കെ ഉണ്ടേ. റോസ് ഗാർഡൻ ആകെ 90 മീറ്റർ ഉള്ളല്ലോ. 90 മീറ്ററാ? 4 മിനിറ്റ് ഉള്ളൂ റോസ് ഗാർഡനിൽ. താഴെയാണോ? അതാ ബാക്കി കാണിക്കണേ. ആരാണ്ട് ഫ്രണ്ടിൽ കാണിക്കണേ? ഗൂഗിൾ അമ്മച്ചി. ഗൂഗിൾ നോക്കിയാൽ പോരെ. ഇവിടുന്ന് ആകെ 4 മിനിറ്റ് ഉള്ളൂ. ബാക്കിക്ക് പോയിട്ട് 5 മിനിറ്റ് അടിച്ചു കൊടുക്കും. മാറി നിക്ക് പോത്തെ. എവിടെ കാണാനില്ലല്ലോ. പോവാനായി. ചെയ്യാം. എന്താ പ്രദേശമുള്ള കഥ? 50 വീഡിയോ ആയ 50 വീഡിയോ. എന്നെ നീ കൊല്ലുമോ? നേരെ പോട്ടെ. ശരിയാക്കടാ. ഇതിലാർ നമ്മൾ നേരെ ഇതിലാറിക്ക് വിടട്ടെ. ഇതിലാറിൽ നമ്മൾ ക്യാരറ്റ് ഫാമിംഗ് ക്യാരറ്റിന്റെ കൃഷി സ്ഥലമായ ഇതിലാറിലേക്ക് നമ്മുടെ വണ്ടി മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുക. ചോദിച്ചു പോവാ. ഓൻ പറഞ്ഞതേ ഈ റൂട്ടിലാണ് കുറച്ചുകൂടെ കയറി കഴിഞ്ഞാല് അവനക്ക് അയാൾക്ക് പറഞ്ഞ മനസ്സിലാക്കണോ?
ട്രെയിൻ ഇവിടെ ഇതിലാണെന്ന് തോന്നുന്നു. സൂപ്പറാണ് മോനെ. ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, 1 ടൈം എക്സ്പീരിയൻസ് എന്തായാലും ചെയ്യണം അല്ലേ? അടിപൊളി. 1.25 മണിക്കൂർ കൊണ്ടുള്ളൂ, പക്ഷെ വൈബോസ്ക്കാണ് സാധനം. അതടാ കൃഷി സ്ഥലങ്ങളാണ് കേട്ടാ. ഇതൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. ഇനി എവിടെയെങ്കിലും ഒന്ന് കേറാൻ പറ്റും നോക്ക്. എമറാൾഡ് ഡാം. എവിടെ? കുറച്ച് നമുക്ക് തന്നെ ഇറങ്ങാൻ നോക്കാലോ. മൈസൂർക്ക് 32 കിലോമീറ്റർ ഉള്ളു. പോയാലോ? മഞ്ചൂരാണ്. അമ്മായിയുടെ കുഞ്ഞുമ്മയുടെ മക്കൾ, കുഞ്ഞമ്മ. തേയിലത്തോട്ടാണ്. സൂപ്പർ. കണ്ണൂരൊന്നും പറയണ്ടട്ടാ, വീഡിയോയിലൊക്കെ റെക്കോർഡാണ്. അവയർനെസ് സെന്റർ. അതാടാ ഈ സ്റ്റെപ്പ് പോലെ ഉള്ളത്. അത് ക്യാരറ്റിൻ്റെതാ. അത് ക്യാരറ്റ് തോട്ടങ്ങളുണ്ടല്ലോ. കൂടുണ്ടാവും. ഒരു കൃഷി മാത്രമല്ല ഉണ്ടാവാ. ഇതൊരു കോളിഫ്ലവറിന്റെ ഗ്ലൂളിഫ്ലവർ ചോദിക്കണം. നമുക്ക് മുകളിലേക്ക് കയറി വെക്കല്ല. നേരെ ഫോട്ടോ നമുക്ക് നേരെ കയറി വെക്കല്ല. കേറി ശിവരാജ് ക്യാരറ്റ് വാഷ്. അതായത് ഇത് പച്ചക്കറിന്റെ ആളാണ് കേട്ടോ. ചേട്ടാ ഇങ്ങ വാ കൊഞ്ചം. പോട്ടെ സ്പൾബർ. സ്ലിപ്പാട്ടെ വഴുക്കട്ടെ. മോളിക്കൊക്കെ കണ്ടിട്ടടാ. ശിവരാജ് ക്യാരറ്റ്. ഇതിന് മുകളിലൊക്കെ തന്നെ കേട്ടോ. അടിപൊളി ഫാം തന്നെ. എടതേ ടോയ് ട്രെയിനിൽ പോകാൻ ടൈമിൽ കാണുന്ന സ്ഥലങ്ങൾ കേട്ടോ ഒക്കെ. ഇതാണല്ലോ ഇഷ്ടം പോലെ ലോറിയും. ഇവിടെ ക്യാരറ്റ് വാഷ് ചെയ്യുന്ന സ്ഥലടി. ക്യാരറ്റ് വാഷിങ്ങിന്റെ സ്ഥലമാണിത്. ഇവിടെ ക്യാരറ്റ് വാഷ് ചെയ്യുന്നത് സൂപ്പറാണ്. ചോദിക്കട്ടെ. ക്യാരറ്റ് ഫാക്ടറിയുടെ ഉള്ളിലെത്തിയില്ല കേട്ടാ. ക്യാരറ്റ് ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റ് ചാക്കിലാക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് ഇവിടെ. ക്യാരറ്റിന്റെ വാഷിംഗ് പ്രോസസ്സാണ് നടക്കുന്നത് കേട്ടാ. ഇത് ലോറിയിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ചു വിടുന്ന ക്യാരറ്റ് നേരെ ഈ ഡ്രമ്മിലേക്ക് തട്ടിയിട്ട് ഇവിടുന്ന് ബെൽറ്റ് വഴി, കൻവർ ബെൽറ്റ് വഴി ഇതേ പോണ്. നേരെ പോയി ചെറിയൊരു വാഷിംഗ് നടന്ന് നേരെ കൻവർ ബെൽറ്റ് പോയി. അതെ, അവിടെ പോയിട്ടാണ് ക്ലീനാണ് നേരെ കറങ്ങി വേണ്ട വരുന്നു. പാക്കറ്റ് ആവണത് ഇവിടെ. ഒരാളെ പണിക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പണിക്കാരുണ്ട്. വാഷിംഗ് പ്രോസസ് സൂപ്പറാണല്ലോ. അടിപൊളി. സൂപ്പറായിട്ട് വാഷിംഗ് കഴിഞ്ഞിട്ട് ബെൽറ്റ് വഴി നേരെ അടിയിൽ. അത് കഴിഞ്ഞ് ഇവിടെ തെരുവൊക്കെ പറക്കിയെടുക്കട്ടോ. തെരുവൊക്കെ പറക്കിയെടുത്തിട്ട് വേണ്ട പോകണം. നേരെ ലോഡിങ്. ഇപ്പോൾ ഭയങ്കര സാഹചര്യം കേട്ടോ. അവൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ നമ്മളോട് പറഞ്ഞ് വീഡിയോ എന്നിട്ട് കയറിക്ക് എടുത്തോ, അതിന് കുഴപ്പമില്ല, ഇവിടെ നോക്കിയിട്ട് വീഡിയോ നോക്കിയിട്ട് എടുത്തോ. അടിപൊളി.
സൂപ്പർ സൂപ്പർ സൂപ്പർ. കുറെ ചേച്ചിമാർ ഇവിടെ പണിയെടുക്കുന്നു കേട്ടോ. മെഷീൻ സെറ്റപ്പാണ് ഇട്ടത്. തൊട്ടിൽ പോലത്തെ സാധനം. അതിലായി മനെ ഊട്ടി ടൂർ. ബസ്സുകാർക്ക് അയ്യോ ക്ലാസ്സിനാണ് ബാക്കി കേട്ടോ. ഫുള്ള് കൃഷിയാട്ടോ. നൈസ് വായ്പ്. കോളിഫ്ലവറിൻ്റെ ഒന്നുണ്ട്. കോളിഫ്ലവറിൻ്റെ കൃഷി. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ടൈത്തൊക്കെ കൃഷികളുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണാൻ തന്നെ. എന്തായാലും രസമുണ്ട് കേട്ടോ. കാണാനുള്ള രസമുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പായിട്ട്. ഇതിപ്പോൾ ഫാക്ടറി ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം അവിടെ. ക്യാരറ്റ് അവിടെ കണ്ടില്ലേ? അവിടുന്ന് വരുന്ന വാഷ് ചെയ്ത് വരുന്ന വെള്ളം ഇട്ടത്. ചിലപ്പോൾ ഫിൽറ്ററിങ് പ്രോസസ്സ് ഉണ്ടാവും മേ ബി. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ഇതിനൊക്കെ ചിലപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ടാവും. അതാ അടിപൊളിയാണുള്ള സെറ്റപ്പ്. അവിടെ നിന്നുള്ള വെള്ളം ഇതേ വരുന്നു. സൂപ്പറാണല്ലോ. കാറ്റൊരു കഴിയും. തിരിച്ചൊരു മട്ടേ ആ ഗ്ലാസ് ഒന്നും തുടക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടിയാണ് കേട്ടോ. റിച്ച് ഗൈസ്. ഇതൊക്കെ ഫുള്ള് കൃഷിയാണ് തോന്നുന്നു. സിദ്ധോ ഇങ്ങനെ ഫുള്ള് കൃഷിയാണ് തോന്നുന്നു. ഇന്നലെ ഏത് വിളിച്ച് എടാ അവിടെ നിന്നൊക്കെ വിട്ടിട്ട് ഇങ്ങനൊക്കെ പോണാട്ട് രസം അല്ലേ? കിൽക്കാവട്ടി കേട്ടാ ഈ സ്ഥലം. കിൽക്കോവാട്ടി. നമുക്ക് നമ്മളെ പോലത്തെ ജീവിതം, ഇവർക്ക് ഇവരതായിട്ടുള്ള ജീവിതം. ജീവിതങ്ങൾ പലതരം. ഇതാണ് നമ്മുടെ സാധനം ട്ടാ. ജി സെയിം കളർ. സെയിം കളർ. ഏത് 1.5 അല്ലാതെ പക്ഷെ ഇനിയും ചിലപ്പോ ഉള്ളേരി ഉണ്ടാവൂട്ടല്ലേ? അതേപോലെ കാണുമ്പോൾ കാണുമ്പോ തട്ടായിട്ട് കിടക്കും. ഇതാണ് ഊട്ടിന്റെ ഭംഗി. ഇങ്ങനെയാണ് ഇവരെങ്ങനെയാണ് ഈ കളർ സെലക്ട് ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് വെച്ച് പോലെ അല്ലേ? ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ മറ്റേ നികുതി എടുക്കാനൊക്കെ. പിന്നെ എങ്ങനെ മതി തിരഞ്ഞെടുക്കല്? പഞ്ചായത്തിന് ആൾ വന്നാലേ നമ്പർ ഉണ്ടാവില്ല. വീടിന് നമ്പർ ഉണ്ടാവല്ലോ. പുതിയ പോസ്റ്റ്മാൻ വരുവാണെങ്കിൽ പ്രാന്താവും അവർക്ക്. തല നിന്ന് ചൊറിയൂ. പൗലോസ് എന്നാ പൗലോസേ ഫുൾ പൗലോസാണല്ലോ ഇവിടെ. പൗലോസിനെ വിളിക്കാവുന്നതാണ്.